ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വെളുത്തുള്ളിയുടെ അച്ചാറിടാം കേട്ടോ. അച്ചാറിടാൻ വേണ്ടി ഞാനിത് ഏകദേശം ഒരു 1/2 കിലോ വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കറിവേപ്പിലയുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പൊടികളെന്ന് പറയാൻ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയുമായി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കാമേ. നമ്മളൊരു പാനിനകത്ത് കുറച്ച് തവിടെണ്ണ ഒഴിച്ച് ഇവിടെ ഞാൻ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മളതിനകത്തോട്ട് നന്നായിട്ട് ചൂടായപ്പോൾ ഒരു ശകലം കടുക് ഇടുവാണ്. നമ്മുടെ കടുക് നന്നായിട്ട് അതിനെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിനകത്തോട്ട് നമ്മുടെ കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുവാണ്. എന്നിട്ടിപ്പം നമ്മൾ അതിനകത്തോട്ട് 2 ഇതൾ കരിവേപ്പില കേട്ടോ. അതിൻ്റെ തണ്ടൊന്നും നമ്മൾ കളയത്തില്ലേ, ചുമ്മാ നമ്മളങ്ങോട്ട് ഇടുവാണ്. ഇതിനി ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ നമ്മൾ ഇതിനെ ഇളക്കി അതിനെ ഗോൾഡൻ കളറാക്കുമേ. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളി കണ്ടോ, അതാണെങ്കിലുണ്ടല്ലോ ഏകദേശം ഗോൾഡൻ കളറാകാറായി, ഏകദേശം ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതങ്ങ് ഗോൾഡൻ കളറാകും. അപ്പം നമ്മൾ അതിന് ഉണ്ടല്ലോ, നമ്മളിനി 2 ഇതൾ കറിവേപ്പില ഇട്ടുള്ളായിരുന്നു. ബാക്കി ഞാനിവിടെ ഒരു 4 ഇതളൂടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി നമ്മൾ ഊരി അതിനകത്തിടുന്നേ. അതിൻ്റെ തണ്ടൂടൊക്കെ ഇട്ടാലും അത് നല്ലത്, അതിനൊരു മണവും ഒരു ഗുണമൊക്കെ വരുമേ. നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നല്ല ഗോൾഡൻ കളറാക്കും ഇതിനെ കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ കൂടെ നമുക്ക് വേണേൽ ഇച്ചിരി ക്യാരറ്റും ഒക്കെ ഇട്ടാലും നല്ലതാണ്, 2 പച്ചമുളകോ ഒക്കെ കീറിയിട്ടാൽ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ഇത് വെളുത്തുള്ളി അങ്ങോട്ട് ഗോൾഡൻ കളറാകുവാണ്. ഇച്ചിരി മുറിച്ചതായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ചിലത് വെള്ളയായിട്ട് തന്നെ കിടക്കുന്ന, അതിനെ ഒന്ന് ശരിയാക്കുക. ഈ വെളുത്തുള്ളിയുടെ അച്ചാറുണ്ടല്ലോ, നമുക്ക് വയറ്റിലെ അസുഖങ്ങൾക്കും ഒക്കെ ഒന്ന് ഇച്ചിരി തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഗ്യാസ് വരുമ്പോഴും ഒക്കെ നമുക്ക് ഇച്ചിരി പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കുമ്പോഴും ഒക്കെ ഇത് കൂട്ടാനൊക്കെ നല്ലതാണ്. ഞാനാണെങ്കിൽ എൻ്റെ പിള്ളേർ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് വെളുത്തുള്ളി അച്ചാർ, ക്യാരറ്റ് അച്ചാർ, കുമ്പളങ്ങ കിട്ടിയ കുമ്പളങ്ങയുടെ അച്ചാർ, ഓമയ്ക്കായുടെ അച്ചാർ, അങ്ങനെ പലവിധമായ അച്ചാറുകൾ കിട്ടി ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങളായി ഞാനിതിനൊന്നും മെനക്കെടാറില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ നമ്മൾ ചേർക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി. അല്ല, അതിനെ നമ്മൾ നന്നായിട്ട് അതിനകത്ത് യോജിപ്പിക്കും. നമുക്ക് ചാറോ വല്ലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എണ്ണയൊക്കെ കുറച്ച് അതിന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ചിലർ ഇതിൽ നന്നായിട്ട് എണ്ണ ഇറക്കുന്നവരുണ്ട്. എന്നൊക്കെ നമുക്ക് ഇനി നന്നായിട്ട് ചാറൊക്കെ വേണമെങ്കിൽ നമുക്ക് തുള്ളി വെള്ളം തിളപ്പിച്ച് ചേർക്കാം. ഇപ്പോൾ ഇതിന് നമുക്ക് വെള്ളം വേണ്ടാന്ന് ഞാൻ വെക്കുവാണേ. ഇനിയിപ്പം നമ്മൾ ഇത് ഏകദേശം മൂത്തു. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. ഇനിയിപ്പം നമ്മളുണ്ടല്ലോ ഉപ്പിടാൻ പോവാണ്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടാൻ പോവാണ്.
നമ്മളതിന് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇങ്ങനെ നമ്മളതിനകത്തിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിക്ക് പുളിയൊന്നുമില്ലല്ലോ ഇറങ്ങാൻ. അപ്പം നമ്മളതിന് വിനാഗിരിയാണ് ചേർക്കുന്നത്. വേണ്ട, ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ്സോളം ഉണ്ട് വിനാഗിരിയെ. നമ്മളത് ചേർക്കുകയാണ്. അപ്പം ഇത് അഴുക്കാകുകയുമില്ല, ആവശ്യത്തിനുള്ള പുളിയും കിട്ടും. ഇനി അതിനകത്ത് വെച്ച് നമ്മൾ ചിലരിതിനെ ഇറക്കി കഴിഞ്ഞ് ഒഴിക്കുക ചെയ്യുന്നത്. ഞാൻ ഈ വിനാഗിരി ഒന്ന് ഒഴിച്ചൊന്ന് തിളപ്പിക്കുന്നേ. അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. നിങ്ങളിതൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. ആവശ്യത്തിന് അതിന് ചാറുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളും എങ്ങനെ വെളുത്തുള്ളി അച്ചാർ ഇടുന്നതെന്ന് പറയണം. അല്ലെങ്കിൽ ഇത് ഇട്ടിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടോ, അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയേ. സൂപ്പറല്ലേ?